അതിനുശേഷമാണ് ഇപ്പോഴിതിൽ വീണ്ടും നന്നായിട്ട് കത്രിക്കായ്കളൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. നല്ല രീതിയിൽ പൂക്കളും ഒക്കെ വന്നിട്ടുണ്ട്. അസ്സലാമു അലൈക്കും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റിജിനാസ് സെന്നയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു കുഞ്ഞു വിളവെടുപ്പും അതുപോലെ തന്നെ നമ്മുടെ പച്ചക്കറികളൊക്കെ നന്നായിട്ട് തഴച്ച് വളർന്ന് നല്ല വിളവ് കിട്ടുന്നതിനായിട്ട് ഞാൻ തയ്യാറാക്കി ഒഴിച്ചു കൊടുക്കുന്ന ജൈവസറിയുമൊക്കെയാണ്. അപ്പോഴെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ തന്നെ കണ്ടു നോക്കണം. ഇത് നീല ഉണ്ട കത്രിക്കായുടെ തൈകളാണ്. ഇതിലൊക്കെ ഞാൻ ജൈവസറികൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ വളരെ കുഞ്ഞു തൈകളാണ്. നമ്മൾ തൈകളൊക്കെ വെച്ച് കൊടുത്ത് ഇതുപോലെയൊക്കെ ഒന്ന് വളർന്ന ശേഷം അതിൻ്റെ ചുവട്ടിലായിട്ടുള്ള പുല്ലുകളൊക്കെ ഒന്ന് നീക്കം ചെയ്ത് കൊടുക്കണം. വഴുതനയുടെ ചുവട്ടിലെ മണ്ണുകളൊക്കെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുത്ത ശേഷം അതിൻ്റെ ചുവട്ടിലായിട്ട് വളമൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുകയും വേണം. ഇപ്പോൾ വഴുതനയുടെ തൈകളൊക്കെ നന്നായിട്ട് വേരോടുന്നതിനും അതുപോലെ തന്നെ നല്ല രീതിയിൽ തഴച്ച് വളരുന്നതിനുമൊക്കെ സഹായിക്കും. ഞാൻ എല്ലാ വഴുതനകളുടെയും ചുവടൊക്കെ ഒന്ന് ഇളക്കി ചാരം ചേർന്ന വളമാണ് ഇതിൻ്റെ ചുവടുകളിലായിട്ടൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ വളമൊക്കെ ചെയ്ത് കൊടുത്തതിന് ശേഷം ചെടിയുടെ ചുവടൊക്കെ ഒന്ന് നനച്ചു കൊടുക്കുകയും വേണം. ഈ ഒരു വഴുതനയുടെ തൈകളൊക്കെ നട്ട് കൊടുത്തപ്പോൾ തന്നെ നല്ല രീതിയിൽ അടിവളമൊക്കെ കൊടുത്തിട്ടാണ് ചെടി നട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഞാനിതിൽ ഒരാഴ്ച ഇടവിട്ട് ജൈവസറികളൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതിൽ ചെറിയ രീതിയിൽ മൊട്ടും പൂക്കളും ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴാണ് ഒരു വളപ്രയോഗവും കൂടി ചെയ്തു കൊടുത്തിരിക്കുന്നത്. ഈ ഒരു കുഞ്ഞ് തൈയായി നിന്നപ്പോൾ തന്നെ ഇതിൽ കത്രിക്കായ്കളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോഴിവിടെ കുരങ്ങുകളുടെയൊക്കെ ശല്യം ഉള്ളത് കൊണ്ട് ആദ്യം ഉണ്ടായതൊക്കെ കുരങ്ങുകൾ നശിപ്പിച്ചു. അതിനുശേഷമാണ് ഇപ്പോഴിതിൽ വീണ്ടും നന്നായിട്ട് കത്രിക്കായ്കളൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. നല്ല രീതിയിൽ പൂക്കളും ഒക്കെ വന്നിട്ടുണ്ട്. ഇപ്പോഴിതിൽ ഉണ്ടായി നിൽക്കുന്ന ഈ കത്രിക്കായ്കളൊക്കെ ഞാൻ വിളവെടുക്കുകയാണ്. കാരണം ഇത് അധികം നിർത്തിയേക്കാൻ പറ്റുകയില്ല. ഇതൊക്കെ കുരങ്ങുകൾ വരികയാണെങ്കിൽ ഒക്കെ നശിപ്പിച്ച് കളയും. ഇതുപോലെ ഉണ്ടായി വരുമ്പോൾ തന്നെ ഇതിലുണ്ടാകുന്ന കത്രിക്കായ്കളൊക്കെ ഞാനിനി വിളവെടുക്കും, ഇല്ലെങ്കിൽ അതൊന്നും കിട്ടുകയില്ല. ഇതൊക്കെ നേരത്തെ കൃഷി ചെയ്തിരുന്ന കത്രിക്കയും വഴുതനങ്ങയും ഒക്കെയാണ്. ഇതിലൊക്കെ ഇപ്പോഴും വിളവുകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഞാൻ ജൈവസറികൾ മാത്രമാണ് ഒഴിച്ചു കൊടുക്കാറ്. അപ്പോൾ ഇതിലൊക്കെ നന്നായിട്ട് കായ്കളും പൂക്കളും ഒക്കെ ഉണ്ടായി നല്ല രീതിയിൽ എനിക്ക് വിളവ് കിട്ടുന്നതിനായി ഞാൻ ഈ ജൈവസറിയാണ് തയ്യാറാക്കി ഒഴിച്ചു കൊടുക്കുന്നത്. കപ്പലണ്ടി പിണ്ണാക്ക് കഞ്ഞിവെള്ളത്തിലിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോഴൊന്ന് പുളിച്ചിട്ടുണ്ട്. 3 ദിവസമായിരിക്കുകയാണ്. ഈ കപ്പലണ്ടി പിണ്ണാക്ക് ജൈവസ്ലറിയിൽ നിന്ന് ഞാൻ 1 കപ്പ് ജൈവസ്ലറി എടുത്ത് അതിൽ 3 ഇരട്ടി വെള്ളവും കൂട്ടി ചേർക്കുന്നുണ്ട്. കഞ്ഞിവെള്ളമാണ് ഞാൻ കൂട്ടി ചേർത്ത് കൊടുക്കുന്നത്. കഞ്ഞിവെള്ളം തന്നെ ചേർത്ത് കൊടുക്കണമെന്നില്ല. അരി കഴുകിയ വെള്ളം അതുപോലെ തന്നെ സാധാരണ നമ്മുടെ പച്ചവെള്ളം ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. പച്ച ചാണകം പുളിപ്പിച്ച് ജൈവസറിയായി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് 1 കപ്പ് കപ്പലണ്ടി പിണ്ണാക്ക് ജൈവസറിയിലേക്ക് ഒഴിച്ച് രണ്ടും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് നേർപ്പിച്ചെടുക്കുകയാണ്. പച്ച ചാണകത്തിൻ്റെ ജൈവസറി നന്നായിട്ടൊന്ന് നേർപ്പിച്ചെടുത്തതിന് ശേഷം അതൊന്ന് അരിച്ചെടുത്ത് വേണം കപ്പലണ്ടി പിണ്ണാക്ക് ജൈവസറിയുമായിട്ട് മിക്സ് ചെയ്ത് ചെടികളുടെ ചുവടുകളിലായിട്ടൊക്കെ ഒഴിച്ചു കൊടുക്കുവാൻ. ഞാൻ എൻ്റെ പച്ചക്കറി ചെടികൾക്കെല്ലാം ഇതുപോലെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എനിക്ക് നല്ല രീതിയിൽ തന്നെ വിളവുകളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഇതൊക്കെ ഞാൻ നേരത്തെ തന്നെ വെച്ച് കൊടുത്ത് ഒരുപാട് വിളവെടുത്ത് കഴിഞ്ഞ വഴുതനയുടെ ചെടികളാണ്. ഇതിലൊക്കെ ഞാൻ ഇതുപോലെ ജൈവസറികളൊക്കെ ഒഴിച്ചു കൊടുത്താണ് നന്നായിട്ട് ഇപ്പോഴും വിളവുകളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇപ്പോഴെൻ്റെ കൃഷിസ്ഥലത്ത് കോവൽ, വെണ്ട, പയറ്, കത്രിക്ക ഇതൊക്കെയാണ് വിളവെടുക്കാനായി കിട്ടുന്നത്. വഴുതനയുടെയൊക്കെ വിളവെടുത്ത് വന്നപ്പോഴാണ്
ദാണ്ട് ഇതുപോലെ ഇരട്ട വഴുതനങ്ങായികളൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വിളവ് ഞാൻ എടുക്കുകയാണ്. പിന്നെ കോവലിൽ നന്നായിട്ട് കോവക്കായകളൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ വിളവുകൾ ഞാൻ എടുക്കുന്നുണ്ട്. എനിക്കിവിടെ 3 തരം കോവലുകളാണ് നിൽക്കുന്നത്. നല്ല നീളമുള്ള കോവയ്ക്കയുണ്ട്, അതുപോലെ തന്നെ ചെറിയ തരം കോവയ്ക്കയുണ്ട്, പിന്നെ നല്ല ഉരുളൻ വലിയ കോവയ്ക്കയാണ് ഉണ്ടായിരിക്കുന്നത്. പിന്നെ കാന്താരി, വെള്ള കാന്താരി നന്നായിട്ട് കാന്താരി മുളകുകളൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഇതിൻ്റെയും കൂടിയൊക്കെ വിളവുകൾ എടുക്കുന്നുണ്ട്. കോവലിൽ നിന്നൊക്കെ ധാരാളം വിളവെടുത്ത് കഴിഞ്ഞതാണ്. എൻ്റെ വീഡിയോ നേരത്തെ കാണുന്നവർക്കൊക്കെ അറിയാം, നല്ല രീതിയിൽ തന്നെ ഞാൻ കോവലിൽ നിന്ന് വിളവുകളൊക്കെ എടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇവിടെ വിളവെടുക്കാൻ പാകമായി നിൽക്കുന്ന വെണ്ട, വഴുതന, കോവൽ, കോളിഫ്ലവർ ഇതൊക്കെ ഞാൻ വിളവെടുക്കുന്നുണ്ട്. അപ്പോൾ കുറേ അധികം ഇലച്ചെടികളൊക്കെ വെട്ടാൻ പാകത്തിന് നിൽക്കുന്നുണ്ട്. സുന്ദരി ചീര, പൊന്നാങ്കണ്ണി ചീര, വള്ളിച്ചീര ഇതൊക്കെ എൻ്റെ കൃഷിസ്ഥലത്തുണ്ട്. ഇതാണ് സുന്ദരി ചീര. ഇത് ഞാൻ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇതാണ് പൊന്നാങ്കണ്ണി ചീര. ഇതും കുറേ കട്ട് ചെയ്യാൻ പാകത്തിന് വളർന്ന് നിൽക്കുകയാണ്. ഇതിൽ നിന്ന് ഞാൻ കുറേ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ നിൽക്കുന്നതാണ് വള്ളിച്ചീര. ഇതിൽ നിന്ന് നേരത്തെയൊക്കെ കുറേ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും അതിൽ വള്ളികളായിട്ടൊക്കെ പൊട്ടി പടർന്ന് കിടക്കുന്നുണ്ട്. ഇവിടെ ഒരു കോളിഫ്ലവർ വെട്ടാൻ പാകത്തിനായി നിൽക്കുന്നുണ്ട്. ഈ ഒരു കോളിഫ്ലവർ കൂടി ഞാൻ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം കൃഷി ചെയ്ത കോളിഫ്ലവറിൽ നിന്ന് തണ്ടുകളൊക്കെ പൊട്ടി മുളച്ച് അതിൽ കോളിഫ്ലവർ ഉണ്ടായതാണ്. ഇതൊക്കെ ഞാൻ കട്ട് ചെയ്ത് എടുക്കുകയാണ്. അതുപോലെ തന്നെ വെള്ളരി, പീച്ചിൽ ഇതിൽ നിന്നൊക്കെ കുറേ അധികം വിളവുകളൊക്കെ എടുത്ത് കഴിഞ്ഞതാണ്. ഞാൻ ഇതേപോലെ ജൈവസറികളൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ എൻ്റെ ഈ ഇലച്ചെടികൾക്കും അതുപോലെ തന്നെ പച്ചക്കറി ചെടികൾക്കും ഒക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട്. ആഴ്ച തോറും ഇതുപോലെ ജൈവസറികളൊക്കെ തയ്യാറാക്കി നമ്മുടെ പച്ചക്കറി ചെടിയിടത്തിലൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്കിതുപോലെ നന്നായിട്ട് തന്നെ വിളവുകളൊക്കെ കിട്ടും. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറികളൊക്കെ എൻ്റെ കൃഷിയിടത്തിൽ നിന്ന് തന്നെയാണ് കൃഷി ചെയ്തെടുക്കാറ്. പുറത്തു നിന്നൊന്നും വാങ്ങിക്കാറില്ല. അപ്പോൾ ഇതുപോലെ ഒരു കുഞ്ഞ് അടുക്കളത്തോട്ടമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെയൊക്കെ ഒന്ന് നോക്കി പരിപാലിച്ചൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഇതുപോലെ തന്നെ പച്ചക്കറികളൊക്കെ വിളവെടുക്കാം. ഞാൻ നേരത്തെ ഈ വഴുതനയുടെ ചെടികളൊക്കെ വെച്ച് കൊടുക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ മുകളിലായി ഐ ബട്ടണിൽ കൊടുത്തിരിക്കാം. കണ്ടിട്ടില്ലാത്തവർ അതൊക്കെ ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.